ആഷി, നീ ആ കുട്ടിയെ ഒന്ന് വിളിച്ച് സംസാരിക്കടാ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനൊക്കെയല്ലേ? പള്ളി വിട്ട ശേഷം അജ്മലിനോട് സംസാരിച്ചുകൊണ്ട് വാർത്തിട്ടിരിക്കുന്ന അരഭിത്തിയിലിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ആഷിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഓ, എനിക്കിനി ഒന്നും പറയാനില്ലടാ. മറ്റന്നാൾ കല്യാണമല്ലേ, അതിനുശേഷം മതി വിളിയും പറച്ചിലുമൊക്കെ. മെഹറിൻ്റെ വിവരം വല്ലതും? ഏയ്, ഒന്നുമില്ല. വിളിച്ചിട്ടൊട്ട് ഫോണും എടുത്തില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ശല്യം ചെയ്യാൻ മെനക്കെട്ടില്ല. എന്നെ വേണ്ടാത്തവളെ പിന്നെ എനിക്കെന്തിനാ? കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയൊരു കൊച്ചു ജീവിതത്തിലേക്ക് കടന്നു വരുവാ. അതിനെ കരയിക്കല്ലേടാ. അതിന് മറുപടിയൊന്നും പറയാതെ കൊണ്ട് ആഷി പോകാൻ എഴുന്നേറ്റു. എടാ, നീ എന്താ ഒന്നും പറയാത്തത്? ഏയ്, ഒന്നുമില്ല. നേരം കുറിച്ചായില്ലേ, ഇനി പതിയെ പോയേക്കാം. നീ നാളെ വരില്ലേ? നേരത്തെ എത്തിയേക്കണം. എനിക്ക് ആകെ കൂടിയുള്ള ചെങ്ങായിയാണ്. അജ്മലിൻ്റെ തോളിൽ ഒന്ന് തട്ടിയ ശേഷം ആഷി നടന്നുപോയി. അത് നോക്കിക്കൊണ്ട് അജ്മൽ അങ്ങനെ തന്നെ നിന്നു. പാവം, അവന് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? പ്രേമിച്ച പെണ്ണും കണക്കാ, അവൻ്റെ വീട്ടുകാരും കണക്കാണ്. മൈലാഞ്ചി ചോപ്പ് നിറമുള്ള ഒരു ലഹങ്ക ഇട്ടുകൊണ്ട് മിതമായ രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ചു വരുന്ന മണവാട്ടിയുടെ മേലാണ് ഓഡിറ്റോറിയത്തിൽ കൂടിയ ഓരോ ആളുകളുടെയും മിഴികൾ. റസ്യാത്ത വരുന്നുണ്ട് അണ്ണച്ചി. ആലയും അനുജത്തെ അൻസിയയും ഇളയ അനുജനായ അൽത്താഫും കൂടി ആഷിയുടെ അടുത്തായി തിളങ്ങി നിൽപ്പുണ്ട്. പെണ്ണിനെ കൊണ്ടുവന്നവർ ഒക്കെ ചേർന്ന് അവളെ ആഷിയുടെ അരികിൽ പിടിച്ചിരുത്തി. റസിയുടെ മുഖം നാണത്താൽ ചുവന്നപ്പോൾ തൻ്റെ മുഖത്ത് ചെറുതായെങ്കിലും ഒരു പ്രസന്നത വരുത്തുവാൻ പാടുപെടുകയാണ് ആഷി. രണ്ടുപേരും ജോലി ചെയ്യുന്നതിനാൽ ഒരുപാട് സഹപ്രവർത്തകരൊക്കെ എത്തിയിരുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയാണ് ആലിയയും അൻസിയയും. റസിയുടെ അനുജത്തിമാരുമുണ്ട് ഇവരുടെ ഒപ്പം. പാട്ടും ഡാൻസും ഒപ്പനയും ഒക്കെ ചേർന്നപ്പോൾ ആകെ കൂടി ഉത്സവ പ്രതീതി. പെണ്ണിൻ്റെ തോളത്തുകൂടെ കൈയിടിവിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ ആവുന്നത്ര ശ്രമിച്ചു. എങ്കിലും ആഷി ബലം പിടിച്ചു നിന്നു. ശോ, ഇങ്ങനുണ്ട് ഒരു നാണം. അണ്ണച്ചിയ കൈ ഇങ്ങി തരൂ എന്ന് പറഞ്ഞ് ആലിയ അവൻ്റെ വലം കൈ കവർന്നെടുത്തു. എന്നിട്ട് റസിയുടെ തോളിലൂടെ വട്ടം പിടിപ്പിച്ചു. തൻ്റെ കൈ അവളുടെ തോളിൽ പതിഞ്ഞതും റസിയെ വിറകൊള്ളുന്നത് ആഷി അറിഞ്ഞു. ഇടയ്ക്കൊരു വട്ടം അവൾ ആഷിയെ നോക്കി. പക്ഷേ അവൻ മുഖം തിരിച്ചു നിന്നു. അതൊക്കെ കണ്ടതും പേരറിയാത്ത ഒരു നൊമ്പരം റസിയെ വന്നു പൊതിഞ്ഞു. എൻ്റെ റബ്ബേ, ആൾക്കിത് എന്നോട് താല്പര്യമില്ലേ ആവോ? പെണ്ണ് കാണാൻ കഴിഞ്ഞു, പിന്നെ നേരിക്കാണുന്നത് ഇന്നുമാണ്. ഇതേ വരെയായിട്ടും ഒന്ന് ഫോൺ വിളിക്കുമോ, ഒരു വാക്ക് സംസാരിക്കുമോ, ഒന്നും ആൾ ചെയ്തിട്ടില്ല. വീട്ടുകാരൊക്കെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. തൻ്റെ ഉമ്മച്ചി ആഷിക്കാടെ കാര്യം ചോദിക്കുമ്പോൾ ആൾ അപ്പുറത്ത് എവിടെയെങ്കിലും ആണെന്നോ അല്ലെങ്കിൽ പിന്നെ പള്ളിയിലോ മറ്റോ പോയെന്നോ പറയും. തങ്ങളതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് എല്ലാം കൂടി ഓർത്തപ്പോൾ റസിയുടെ ഉള്ളം നൊന്തു. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ ഒരു സാറും ഫാമിലിയും അപ്പോഴാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. ആഷി വളരെ നീറ്റായിട്ടാണ് അവരോടൊക്കെ സംസാരിച്ചത്. അവൻ ജോലി ചെയ്യുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ഒപ്പം തന്നെ അവൻ പഠിച്ച കോളേജ്, അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസവുമായി. ഫുഡ് കഴിക്കുവാൻ വേണ്ടി രണ്ടാളെയും ഒന്ന് വിളിച്ചത് റസിയുടെ മാമയാണ്. ആഷിക്കിൻ്റെ പിന്നാലെ ഇറങ്ങി ഫുഡ് കഴിക്കുന്ന വശത്തേക്ക് പോയി. കൊതിപ്പിക്കുന്ന ബിരിയാണീൻ്റെ മണം വായുവിൽ മുഴുവൻ കലർന്നിരിക്കുകയാണ്. ആളുകളൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും റംല വന്നു. മോനെ, മടുത്തായിരിക്കുമല്ലേ? കുറേ നേരമായിട്ട് ഈ നിൽപ്പ് തന്നെയല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. കഴിച്ചോ എല്ലാവരും? എവിടെ അനുജത്തിമാരൊക്കെ? അപ്പുറത്തുണ്ട് മോനെ. അവരുടെയൊക്കെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ച് സൽക്കരിക്കുന്നു. അവനൊന്ന് മോളി. ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള നേരമായപ്പോൾ റസിയയ്ക്ക് തൻ്റെ നെഞ്ചിടിക്കും പോലെയായി. ഉമ്മാനെ അനുജത്തിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കെ കരഞ്ഞു. ആഷിയുടെ ഉമ്മച്ചി വന്ന് റംലയെ സമാധാനിപ്പിച്ചു. കരയാതെ റംല, ഇങ്ങനെ നിലവിളിച്ചാൽ മോൾ കൂടി സങ്കടാവില്ലേ? പാവാണ് എൻ്റെ കുട്ടി. ആരോടും ഒരു വാശിയും വൈരാഗ്യവും ഒന്നുമില്ലാത്തൊരു കൊച്ച. ഇവളിൽ നിന്നൊരിക്കലും ആ കുടുംബത്തിനൊരു നാശം ഉണ്ടാവില്ല, എനിക്കുറപ്പാണ്. അതുപോലെ തിരിച്ചാവണേ എന്നാണ് പടച്ചവനോടുള്ള എൻ്റെ പ്രാർത്ഥന. കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് റംല പറഞ്ഞു. ഉമ്മാക്കും അനുജത്തിമാർക്കും മാറി മാറി മുത്തം നൽകിയ ശേഷം ആഷിയുടെ പിന്നാലെ റസിയ കാറിലേക്ക് കയറി. യാത്രയിൽ മുഴുവൻ ആഷി അങ്ങനെ വെളിയിലെ കാഴ്ചകൾ കണ്ടിരുന്നു. അവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു.
അവിടെ അപ്പോൾ ആർക്കും സ്ഥാനമില്ലായിരുന്നു. ഇപ്പുറത്തെ വശത്തായി ഒരു തീരുപ്പുണ്ട് എന്നതുപോലും അവൻ മറന്നു. ആഷിക്കയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നോ? 11 മണി രാത്രിയായിട്ട് പോലും തന്നോടൊരക്ഷരം ഉരിയാടാതിരുന്നവനെ നോക്കി റസിയ ചോദിച്ചു. പെട്ടെന്ന് അവൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. മിഴികൾ തുളുമ്പാൻ വെമ്പി നിൽക്കുകയാണ്. എന്നോടെന്താ മിണ്ടാത്തേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇതേ വരെയായിട്ടും എന്നെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. മനസ്സിന് വല്ലാത്ത വേദന, അതുകൊണ്ട് ചോദിച്ചു പോയതാ. മുഖം കുനിച്ചു നിന്ന് അവൾ പതിയെ പറഞ്ഞു. സമ്മതം അല്ലായിരുന്നു എന്നറിഞ്ഞാൽ ഇയാളിനി എന്തു ചെയ്യും? ആദ്യമായിട്ട് അവൻ്റെ നാവിൽ നിന്ന് അവളുടെ നേർക്കൊരു വാക്ക് വന്നത്. പറയൂ റസിയ, എനിക്ക് ഈ ബന്ധം താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ തന്നെ എന്തു ചെയ്യും? ചോദിച്ചുകൊണ്ടവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അടുത്തേക്ക് വന്നു നിന്ന് കടുപ്പത്തിൽ ചോദിക്കുന്നവനെ നോക്കി റസിയ അനങ്ങാതെ നിന്നു. എനിക്ക് ഈ വിവാഹത്തിനെന്നല്ല, ഒരു വിവാഹത്തിനും താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. 1 2 അല്ല, 14 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു. എൻ്റെ മനസ്സിൽ അവൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടുകാർ, ഇവിടെ ആരും ആ ബന്ധം നടത്തിത്തരാൻ സമ്മതിച്ചില്ല. വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒക്കെ അവർ തീരുമാനിക്കുന്ന പെണ്ണിനെ, അവർ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ മാത്രം ഞാൻ വിവാഹം ചെയ്യാവുള്ളൂ എന്ന നിർബന്ധം. അങ്ങനെ കാണിച്ചു തന്നതാണ് നിന്നെ. കിതച്ചുകൊണ്ട് പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാണ് റസിയ. അവൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ചങ്കുപൊട്ടി പൊളിഞ്ഞു പോകും പോലെ. തന്നോടുള്ള ഈ അവജ്ഞയുടെ കാരണം എന്താണെന്നുള്ളത് കുറേ തവണ ആലോചിച്ചു നോക്കി. പക്ഷെ ഒരിക്കൽ പോലും താൻ കരുതിയില്ല ആളുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്ന്. നിറഞ്ഞു തുളുമ്പി നിൽക്കുവാണ് മിഴികൾ. എന്നാലും വാശിയോടെ നിന്നു, അവയെ പെയ്യാൻ അനുവദിക്കാതെ. തനിക്ക് എന്തു വേണേലും തീരുമാനിക്കാം. ഈ കാര്യങ്ങളൊക്കെ സത്യമാണ് റസിയ. ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് തന്നോട് ചെയ്യുന്ന നീതികേടാവും. ആഷിക്ക, ഇതിനു മുന്നേ ഒരു തവണയെങ്കിലും വിളിച്ച് എന്നോടൊന്ന് തുറന്ന് സംസാരിക്കാമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ഈ രാത്രിയിൽ എന്നോടിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? വാപ്പച്ചി പോലും ഇല്ലാണ്ട് വളർത്തി വിട്ടതാണ് ഞങ്ങളുടെ പാവ ഉമ്മച്ചി. പലരോടും കടവും വിലയും മേടിച്ച് കെട്ടിച്ചു വിട്ടതാണ്. എന്നിട്ടിപ്പോൾ കെട്ടിയവന് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടേക്ക് തിരിച്ചു ചെന്നാൽ ആ നിമിഷം എൻ്റെ ഉമ്മച്ചി മരിച്ചു വീഴും. അത് പറയുകയും പാവം റസിയ കരഞ്ഞു പോയിരുന്നു. 2 അനുജത്തിമാരുണ്ട് എനിക്ക്. ചേട്ടത്തിപ്പെണ്ണ് മൊഴിച്ചൊല്ലി വന്ന് വീട്ടിൽ നിൽക്കുവാണെന്നറിഞ്ഞാൽ എൻ്റെ അനുജത്തിമാരുടെ ഭാവി ജീവിതം, അവർക്ക് പിന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം പോലും വരില്ല. നിസ്കാരവും പ്രാർത്ഥനയായിട്ട് മാത്രം നടന്നിരുന്ന എനിക്ക് എന്തിനാണ് എൻ്റെ റബ്ബേ ഇങ്ങനൊരു വിധി തന്നത്? ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ നീ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വാവിട്ട് കരയുന്നവളെ നോക്കി അവൻ കുറ്റബോധത്തോടെ നിന്നു. എന്നോട് ഇക്കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. വലം കൈയാൽ ഒഴുകി വരുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി. റസിയ, ഞാൻ പലപ്പോഴും ആലോചിച്ചു. പക്ഷേ സോറിയിടോ. ഈ 2 വാക്കുകൾ ചേർത്തപ്പോൾ ആഷിക്കയുടെ ഭാഗം കഴിഞ്ഞു അല്ലേ? എടോ, തനിക്ക് എന്തു വേണേലും തീരുമാനിക്കാം. എൻ്റെ അനുജത്തിമാരുടെ വിവാഹം കഴിയും വരെ ഞാനിവിടെ നിൽക്കും, എങ്ങോട്ടും പോകില്ല. കാരണം ഞാൻ നിമിത്തം അവരുടെ ജീവിതം നശിച്ചു കാണരുത്. അതെനിക്ക് നിർബന്ധമാണ്. അതിനുശേഷം പോയിക്കോളാം എൻ്റെ ഉമ്മച്ചിയുടെ അടുത്തേക്ക്. ഇതാണ് എൻ്റെ തീരുമാനം. അവൾ പതറാതെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. താൻ ഇവിടുന്ന് പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് സമയം വേണോടോ. കഴിഞ്ഞു പോയ എൻ്റെ ലൈഫിൽ നിന്ന് തിരിച്ച് കയറി വരാൻ എനിക്ക് സമയമെടുക്കും. അതുകൊണ്ട് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. അത് കേട്ടതും പാവം റസിയ ഒന്നും മിണ്ടാതെ നിന്നു. നേരെ ഒരുപാടായി, താൻ കിടന്നോളൂ. അനങ്ങാതെ നിൽക്കുന്നവളെ കണ്ട് ആഷി മെല്ലെ പറഞ്ഞു. മൈലാഞ്ചി മുഞ്ചുള്ള കനവുകൾ കണ്ടുകൊണ്ട് വന്നവൾ ഇന്നലെ വരെയും ഒരു പിടി കിനാക്കൾ കണ്ടുകൊണ്ട് കിടന്നു. ഇന്ന് തൻ്റെ പ്രാണനാഥൻ്റെ അരികിൽ ഒന്നെത്തിച്ചേരാൻ വെമ്പൽ കൊണ്ടു നിന്നിരുന്ന മനമാണ്. പക്ഷേ എല്ലാം തകർന്നടിഞ്ഞു. ആളുടെ മനസ്സിൽ മറ്റൊരുവളായിരുന്നുവെന്ന്. 1 2 അല്ല, 14 വർഷം അവളെ തൻ്റെ മനസ്സിൽ താലോലിച്ച് നടന്നു.
സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പ്രണയിച്ചു. ആഷിയുടെ അരികിലേക്ക് കിടക്കുവാണ് റസിയ. ചുടുകണ്ണീർ അവളുടെ മിഴികളിൽ നിന്ന് ഒഴുകി വരികയാണ്. ഉയർന്നു പൊങ്ങുന്ന നിശ്വാസങ്ങളിൽ നിന്നും അവന് വ്യക്തമാണ് റസിയ കരയുകയാണെന്നുള്ളത്. ഇന്നീ രാത്രി തുറന്നു പറയാനിരുന്നതൊന്നുമല്ല. പിന്നെ പെട്ടെന്ന് അവൾ തന്നോടങ്ങനെ ചോദിച്ചപ്പോൾ നുണ പറയാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. ഇട്ടിട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഒരു നിമിഷം കരുതിപ്പോയി. അവൾക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്നുവെങ്കിൽ കിട്ടാൻ വേണ്ടിയാണപ്പോൾ ആഗ്രഹിച്ചത്. പക്ഷെ അവളുടെ അവസ്ഥ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം കേട്ടപ്പോൾ തോന്നി പാവത്തിനോടൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന്. അരികിൽ കിടന്നവളുടെ തേങ്ങൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. റസിയ, കരയാതെടൂ പ്ലീസ്. അല്പം കഴിഞ്ഞതും അവൻ്റെ ശബ്ദം ഉയർന്നു. മിഴികൾ ഇറുക്കി പൂട്ടിക്കൊണ്ട് അവൾ അങ്ങനെ കിടന്നു. കാലത്തെ റസിയ ഉണർന്നപ്പോൾ ആഷി എടുത്തില്ല. വേഗം എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ 4. എന്നും 4 മണിക്ക് ഉണരുന്നതാണ്. പക്ഷേ തലേദിവസം വൈകി ഉറങ്ങിയതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് എണീറ്റത്. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്ന ശേഷം തലമുടിയൊക്കെ മാടി ഒതുക്കി ഷോൾ കൊണ്ട് അത് മീതെ ഇട്ടു. പിന്നിലേക്ക് പിണച്ചു വെച്ചു. ഓതലും മറ്റും കഴിഞ്ഞ് നിന്നപ്പോഴുണ്ട് ആഷി വരുന്നു. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. തിരിച്ചവനും. ഉമ്മച്ചി അടുക്കളയിലുണ്ട്. ആലി അൻസിയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ 6 മണിയാവും. ഞാൻ എന്നും പുലർച്ചെ എണീക്കും. ചെറുതിലെ മുതൽക്കുള്ള ശീലാണ്. വാപ്പിച്ചി അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആ നേരമാകുമ്പോൾ അറിയാതെ കണ്ണു തുറക്കും. അവളും മറുപടിയായി അവനോട് പറഞ്ഞു, എന്നാൽ താനങ്ങടി ചെല്ല്, ഉമ്മച്ചി കാണും. റസിയ അല്പം മടിച്ചാണ് അടുക്കളയിൽ ചെന്നത്. ഉമ്മച്ചി, ആ മോൾ എഴുന്നേറ്റോ? വായോ, വന്നിരിക്ക്. അവർ അടുക്കളയിൽ കിടന്ന ഒരു പഴയ ഒരു തടിക്കസേര വലിച്ചു നീക്കി ഇട്ടുകൊണ്ട് അവളെ ക്ഷണിച്ചു. കട്ടൻ ചായ അടുപ്പത്ത് കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. മോൾക്ക് ചായ കുടിക്കുന്ന പതിവുണ്ടോ? കുടിക്കും. ആ, എന്നാ ഇവിടെ ഇരിക്കുക, ഉമ്മച്ചി ചായ തരാം. പറഞ്ഞുകൊണ്ട് തന്നെ അലമാരത്തട്ടിൽ നിന്നും ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് അവർ കഴുകി കഴിഞ്ഞു. ഞാൻ എടുത്ത് കുടിച്ചോളാം ഉമ്മച്ചി. അവിടെ ഇരിക്കൂ വച്ചേ, സ്നേഹത്തോടെ അവർ പറഞ്ഞു. മധുരം ചേർത്ത് ഇളക്കിക്കൊണ്ട് അവർ റസിയുടെ കയ്യിലേക്ക് ആറ്റി തണുപ്പിച്ച ചായ കൊടുത്തു. അവളുമാരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അതുവരെ നമുക്കിത്തിരി വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ഒരു പ്ലാസ്റ്റിക് കസേര എടുത്ത് അവിടെ അരികിലേക്ക് ഇട്ടിട്ട് ഉമ്മച്ചി ഇരുന്നു. തലേ രാത്രിയിൽ ആഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് നെഞ്ചുനീറിയാണ് കിടന്നത്. എന്നാൽ പോലും ഈ ഉമ്മച്ചിയുടെ സ്നേഹവും സംസാരവും ഒക്കെ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു എന്ന് വേണം പറയാൻ. ആലിയും അൻസിയുമൊക്കെ ഉണർന്നു വന്നപ്പോൾ റസിയും ഉമ്മച്ചിയും കൂടി പത്തിരി പരത്തുകയാണ്. ആഹാ, പുതിയ പെണ്ണ് അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്തുല്ലോ. വാടി അൻസി, ഇനി നമുക്ക് രണ്ടാൾക്കും റെസ്റ്റ് എടുത്ത് ഇവിടെ ഇരിക്കാം. ആലിയുടെ ശബ്ദം കേട്ടതും റസിയ തിരിഞ്ഞു നോക്കി. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ എന്നും റെസ്റ്റാണ്. പിന്നെ ഇന്നിനി പ്രത്യേകിച്ച് ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട. മാവെടുത്ത് ഉരുളകളാക്കി വെക്കുന്നതിനിടയിൽ ഉമ്മച്ചിയുടെ ശബ്ദം ഉയർന്നു. കണ്ടോ, മരുമോളെ കിട്ടിയപ്പോൾ ഞങ്ങളെ മറന്നൂല്ലേ? എല്ലാ ദിവസവും കാലത്തെ എന്തുമാത്രം ജോലി ചെയ്തിട്ടാണ് ഞങ്ങളൊന്ന് കോളേജിലേക്ക് പോകുന്നത്. എന്നിട്ടിപ്പോൾ ഉമ്മച്ചിയുടെ വർത്താനം കേട്ടോ? അൻസിയുടെ ഊഴാണ് അടുത്തത്. എല്ലാം കേട്ട് റസിയ പുഞ്ചിരിയോടുകൂടി നിന്നതേ ഉള്ളൂ. പത്തിരിയും ബീഫ് വരട്ടിയതുമായിരുന്നു കാലത്തെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. റസിയ ആണെങ്കിൽ നല്ല വേഗത്തിലാണ് എല്ലാം പാകം ചെയ്യുന്നത്. നല്ലൊരു അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ ഉണ്ട് അവൾക്ക്. അതൊക്കെ നോക്കിക്കൊണ്ട് ആലിയ അടുത്തു നിന്നു. ഭക്ഷണം കഴിക്കാനായി ആഷിയെ വിളിക്കാൻ വേണ്ടി റസിയയെ പറഞ്ഞയച്ചത് ഉമ്മച്ചിയാണ്. അവൾ റൂമിൽ ചെന്നപ്പോൾ ആഷി വെറുതെ കിടക്കുന്നു. തലയിലെ ഷോള് ഒന്നുകൂടെ വലിച്ചു നേരെയാക്കിക്കൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മച്ചി വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഞാൻ വന്നോളാം. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആഷി വന്ന് ഊണിമേശയുടെ മുന്നിലായി കിടന്ന ഒരു കസേര വലിച്ചിട്ടിരുന്നപ്പോൾ റസിയ ആലിയുടെ അടുത്തേക്ക് ഒതുങ്ങിക്കൂടി. അണ്ണച്ചിയുടെ അടുത്ത് ഇരിക്കും. അവിടെ ഇരുന്ന് വേണ്ടേ ആഹാരം കഴിക്കേണ്ടത്? കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എല്ലാവരും ഏറെ നിർബന്ധിച്ചെങ്കിലും റസിയ അവിടെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. കല്ലുപില വർത്താനങ്ങളൊക്കെ പറഞ്ഞാണ് അൻസിയും അക്കുവും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആഷി മാത്രം ഗൗരവത്തിലാണ്. അങ്ങനെയാണ് ആളുടെ സ്വഭാവമെന്ന് റസിക്ക് തോന്നി. കാരണം മറ്റുള്ളവരാരും തന്നെ
അവനെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നതേയില്ല. പെട്ടെന്ന് തന്നെ അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റും പോയി. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ട് ഉമ്മച്ചിയുടെ അടുത്ത് തന്നെ റസിയ വീണ്ടും കൂടി. ആഷിയുടെ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം അടുക്കളപ്പുറത്ത് നിൽക്കുമ്പോൾ റസിയ കേട്ടു. ഈ ചെക്കനിത് എവിടേക്ക് പോയി? വാപ്പച്ചാണെങ്കിൽ അവനോട് കടയിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞതാ. അടുക്കള വാതിലിൻ്റെ ഇടയിൽ കൂടി തല വെളിയിലേക്ക് ഇട്ടുകൊണ്ട് നോക്കി നിന്നു സീനത്ത് പറയുകയാണ്. അവൻ എവിടെ പോയതാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ റസിയ മൗനം പാലിച്ചു. ഫോൺ എടുത്ത് മകനെ വിളിച്ചുകൊണ്ട് വീണ്ടും പ്ലാസ്റ്റിക് കസേരയിൽ വന്ന് അവരെ ഇരിപ്പുറപ്പിച്ചു. ആ മോനെ, നീ എവിടെ പോവാ? കടയിലോട്ടൊന്ന് ചെല്ലിന്. വാപ്പച്ച് കുറച്ച് മട്ടൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഉച്ചത്തേക്ക് നെയ്ച്ചോറും മട്ടൻ കറിയും വെക്കാൻ. ആശി എന്തൊക്കെയോ പറയുന്നത് അവ്യക്തമായി റസിയയ്ക്ക് കേൾക്കാം. 10 മണി കഴിയുമെന്ന് വരുമ്പോൾ ഏതോ ഫ്രണ്ടിനെ കാണണോ അത്രേ. ഉമ്മച്ചി പറഞ്ഞപ്പോൾ റസിയ ആദ്യം ഓർത്തത് ആൾ പ്രണയിച്ച പെണ്ണിനെ കാണാനാണോ തിടുക്കം കൂട്ടി പോയതെന്നാണ്. തലേ രാത്രിയിൽ ആഷിക്ക പറഞ്ഞ ഓരോ കാര്യങ്ങളോർത്ത് പാവം റസിയയുടെ നെഞ്ചു വിങ്ങിപ്പൊട്ടി. എത്രമാത്രം ആഗ്രഹിച്ചാണ് ആ മനുഷ്യൻ്റെ താലി ഏറ്റുവാങ്ങിയത്. താൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ഏതോ വലിയൊരു ഒഴുക്കിൽപ്പെട്ട് അലഞ്ഞു പോകും പോലെ തോന്നി. ഇത്താ, ഫോൺ അടിച്ചു. ഞാൻ എടുത്തപ്പോൾ നജ്മിയ. അക്കു ഫോൺ എടുത്തുകൊണ്ട് വന്ന് റസിക്ക് നീട്ടി. താങ്ക് യു മോനെ. അവൾ അക്കുവിൻ്റെ കവളിൽ ഒന്ന് തലോടി. ഹലോ മോളെ. അക്കച്ചി, ഇത്ര വേഗം ഞങ്ങളെയൊക്കെ മറന്നോ? കഷ്ടമുണ്ട് കേട്ടോ. എത്ര തവണ വിളിച്ചോന്നറിയോ? ഫോൺ പോലും ഒന്ന് എടുക്കല്ലേ. പരാതിയുടെ ഒരു ഫാണ്ടം തുറന്ന പോലെയാണ് നജ്മയുടെ പറച്ചിലും. എല്ലാം കേട്ട് റസിയുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഹലോ അക്കച്ചി. അപ്പുറത്തു നിന്നും അനക്കമൊന്നും ഇല്ലാതെ വന്നപ്പോൾ നജ്മ വിളിച്ചു. കേൾക്കുന്നുണ്ട് മോളെ. റസിയ മറുപടി കൊടുത്തതും നജ്മയ്ക്ക് മനസ്സിലായി അവൾ കരയുകയാണെന്ന്. അയ്യോ അക്കച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോഴേക്കും കരഞ്ഞോ? ഇല്ലടാ, കരയല്ല. എൻ്റെ കൊച്ചിനെ കരയിച്ചപ്പോൾ നിനക്ക് സന്തോഷമായോടി? ആ ഫോൺ ഇങ്ങോട്ട് തന്നേ നീ. ഉമ്മച്ചിയാണ് നജ്മയുടെ അടുത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഹലോ മോളെ. ആ ഉമ്മച്ചി. മോളെ, നീ എന്തെടുക്കുക? എല്ലാവരും എന്തിയേ? ഇവിടെ ഉണ്ട്. ഞാൻ അടുക്കളയിലായിരുന്നു. അതാ ഫോൺ അടിച്ചത് കേൾക്കാഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല. ഇവക്കൊക്കെ വേറെ പണിയൊന്നുമില്ലല്ലോ. മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഉവ്വ്, പത്തിരി ഇറച്ചിക്കറിയായിരുന്നു. അവിടോ? ഇവിടെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു മോളെ. പിന്നെ ചപ്പാത്തി മേടിച്ചു. ആഷി എവിടെ? പുറത്തേക്കൊന്ന് പോയി. ഇപ്പം എത്തും. വരുമ്പോൾ തിരക്കിയതായി പറ മോളെ. ഞാൻ വെച്ചേക്കാം കേട്ടോ. നസ്മി എവിടെ? അവർ ഫോൺ വയ്ക്കാൻ തുടങ്ങിയതും റസിയ പെട്ടെന്ന് ഇളയ അനുജത്തിയുടെ കാര്യം ചോദിച്ചു. അവൾ അപ്പുറത്ത് ഷംനയുടെ അടുത്ത് പോയതാ. അവിടുത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുല്ലോ മടക്കി കൊടുക്കാൻ. ഉമ്മച്ചി, നജ്മയുടെ കൈ കൊടുക്ക്. അവളോട് സംസാരിച്ചില്ല. നസ്മി കൂടി വന്നിട്ട് വിളിക്കാം. നീ ഫോൺ വെച്ചോ മോളെ. ശരി ഉമ്മച്ചി. അവൾ ഫോൺ കട്ട് ചെയ്ത് മേശമേലെടുത്ത് വെച്ചു. അപ്പോഴേക്കും ആഷിയുടെ ബൈക്ക് വരുന്ന ശബ്ദം റസിയ കേട്ടിരുന്നു. രണ്ടാഴ്ച വേഗം കഴിഞ്ഞു. ആഷിയും റസിയയും ഇരു ധ്രുവങ്ങളിലായി കഴിഞ്ഞു പോകുന്നത് ആ വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല. റസിയ പൊതുവെ ഒരു സൈലൻറ്റ് നേച്ചർ ആയതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആർക്കൂട്ടും മനസ്സിലായതുമില്ല. ആരോടും ഒരു പരാതിയും പറയാതെ കൊണ്ട് ആ പാവം പെൺകുട്ടി അവിടെ കഴിഞ്ഞു. എന്നിരുന്നാലും ശരി, ആഷിയുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അവളോട് വളരെയധികം സ്നേഹമായിരുന്നു. അവൻ്റെ സഹോദരങ്ങൾ അവളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടു. ഉമ്മച്ചിക്കാണെങ്കിൽ എന്തിനും ഏതിനും റസിയ മതി. സ്വന്തം വാപ്പച്ചിയെ നഷ്ടമായവളാണ് റസിയ. അവൾക്ക് ആഷിയുടെ വാപ്പച്ചിയുടെ സ്നേഹവും കരുതലുമൊക്കെ ആവോളം കിട്ടുന്നുണ്ട്. രാത്രിയിൽ റസിയ കിടക്കാനായി വന്നപ്പോൾ ആഷി മുറിയിലില്ലായിരുന്നോ? അപ്പോഴാണ് അവൻ മുറ്റത്ത് നിന്ന് ആരെയോ ഫോണിൽ വിളിക്കുന്നത് അവൾ കണ്ടത്. ആരെയാണോ അവോ? എത്ര സന്തോഷത്തിലാണ് അവളുടെ സംസാരം. ബാക്കിയുള്ളവളോട് ഇതേവരെയായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഓർക്കും തോറും നെഞ്ചിൽ സൂചി കൊണ്ട് വരയും പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞതും അവൻ കയറി വന്നു. ഇക്ക, നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകണം. മടിച്ചാണെങ്കിലും അവൾ മെല്ലെ പറഞ്ഞു. ഒന്ന് മൂളിയതല്ലാതെ
അവനൊരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. എങ്ങനെയാണ് പോകുന്നതെന്നോ എപ്പോഴിറങ്ങണമെന്നോ എങ്ങനെ മടങ്ങി വരുമെന്നോ ഒന്നും തന്നെ അവൻ ചോദിച്ചില്ല. റസ്യയോട്ട് പറഞ്ഞതുമില്ല. ഇക്ക. അരികിൽ കിടക്കുന്നവനെ പാവം പെണ്ണ് വീണ്ടും വിളിച്ചു. അത് പിന്നെ ഞാൻ വാക്കുകൾക്കായി പരതുകയാണ് റസ്യ. എനിക്കൊരു കാര്യം. എന്നതെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്നു പറയൂ റസ്യ. ആദ്യമായി അവൻ്റെ ശബ്ദം ആ കിടപ്പറയിൽ ഉയർന്നു. ഒന്നുമില്ല, സോറി. പെട്ടെന്നവൾ തിരിഞ്ഞു കിടന്നു, തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഒന്നാവോ റബ്ബേ? അവളുടെ മിഴികൾ സജ്ജലമായി തുടങ്ങി. പറയൂ റസ്യ, എന്താണ് തനിക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? മുറിയിൽ പ്രകാശം പരന്നതും അവൾ ഞെട്ടിവിറച്ചെഴുന്നേറ്റു. കവളിലെ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി. ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച് കാണിച്ചു. പിന്നെന്തിനാ എന്നെ വിളിച്ചേ? എന്നോടിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇക്ക, ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവളല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുക. കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടതും അവനും ഒന്നും മേലാത്ത അവസ്ഥയായിപ്പോയി. താൻ കിടക്ക്, വെറുതെ എന്തിനാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? അവൻ ചോദിച്ചതും പാവം റസിയ മുഖം കുനിച്ചിരുന്നു. തനിക്ക് വേണേ തൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. അവിടെയുള്ള സ്കൂളിൽ തന്നെ തുടർന്നോളൂ. ഞാൻ ഇവിടേക്ക് മാറിയിക്കാം. സർട്ടിഫിക്കറ്റ്സൊക്കെ ഇന്നലെ വാപ്പച്ചി മേടിച്ചു. കവലയിൽ നിന്ന് 15 മിനിറ്റേ ഉള്ളൂ എന്നാണ് വാപ്പച്ചി പറഞ്ഞത്. സാരമില്ല, എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. സോറി, ഇനി ആവർത്തിക്കില്ല. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് റസിയ പറഞ്ഞു. എന്നിട്ട് കിടക്കയിലേക്ക് സാവധാനം കിടന്നു. അരികിൽ കിടക്കുന്നവളുടെ പ്രാണവേദന അറിഞ്ഞുകൊണ്ട് തന്നെ ആശയും മിഴികൾ അടച്ചു. കാലത്ത് പതിവ് പോലെ നിസ്കാരം കഴിഞ്ഞ് 5 മണി കഴിഞ്ഞു റസിയ അടുക്കളയിലെത്തിയപ്പോൾ. ഉമ്മച്ചി, ഇന്നു മുതൽ എനിക്ക് സ്കൂളിൽ പോകണമല്ലോ. ഇന്നലെ വരെ പകൽ മൊത്തം ഉമ്മച്ചിയായിട്ട് കൂടാൻ മോളുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് വലിയ ഒരു കഞ്ഞിക്കലം കഴുകി അടുപ്പത്ത് വെള്ളം പിടിച്ചവർ വെച്ചു. നേരത്തെ ചോറ് വയ്ക്കാനാണോ? അതേ മോളെ, ആലിക്ക് ഇന്നു മുതൽ 7:30 ഇറങ്ങണം പോലും. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ഇന്നലെ രാത്രിയെ പറഞ്ഞേ. കുറച്ച് അച്ചിങ്ങപ്പയറെടുത്ത് വെള്ളത്തിലിടുവാണ് റസിയ. കാലത്തെ ഇഡലിയും സാമ്പാറുമാണ് കഴിക്കാനുണ്ടാക്കേണ്ടത്. അതുകൊണ്ടിനി മെഴുക്കുവരട്ടിയും വെച്ച് ഒപ്പം 2-3 മുട്ടയും വറുത്ത് മാങ്ങാച്ചാറും വെച്ച് പൊതി കെട്ടാമെന്ന് പറഞ്ഞ് സീനത്ത്. റസിയും കൂടി ചേർന്ന് എല്ലാം വേഗത്തിൽ തയ്യാറാക്കി. ഉമ്മച്ചി, പള്ളിയിൽ പോയി വന്ന ശേഷമാണ് ആഷി ഉമ്മച്ചിയെ വിളിച്ചു. അവൻ വിളിക്കുന്ന കേട്ടതും അവരടുക്കളയിൽ നിന്നും വിളി കേട്ടു. എനിക്കിന്നു മുതൽ ഡ്യൂട്ടിക്ക് കയറണം. മാനേജറാണിപ്പോൾ വിളിച്ചത്. കഴിക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ. എല്ലാം കാലമായി മോനെ, നീ വേഗം റെഡിയായി വാ. ചോറ് പൊതി കെട്ടിയേക്കാം. ധൃതി വന്ന് അവരതെല്ലാം എടുത്തു വെച്ചു. സ്കൂളിലേക്ക് പോകാനായി മേല് കഴുകി വന്ന ശേഷം ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് റസിയയും ഒരുങ്ങി. മോളെ, നീ എന്നാൽ ആശയുടെ ഒപ്പം പോയിക്കോളൂ. എന്നിട്ട് വാപ്പച്ചിയുടെ കടയിൽ ഇറങ്ങിയാൽ മതി. അതിലെയാണ് സ്കൂൾ ബസ് വരുന്നത്. കയറിപ്പോകാം. സീനത്ത് പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ റസിയ ആഷിക്കിനെ നോക്കി. അശ്മൽ കാണും എൻ്റെ ഒപ്പം. താൻ അൻസിയുടെ കൂടെ പോയാൽ പോരെ? മതിയിക്കാം, റസിയ പറഞ്ഞു. അങ്ങനെ ആഷിയാണ് ആദ്യം ഇറങ്ങി. പിന്നാലെ അൻസിയും റസിയയും അക്കുവും ആലിയ പിന്നെ നേരത്തെ പോയിരുന്നു. എല്ലാവരും പോകുന്നത് നോക്കി വരാന്തയിലെ തൂണിൽ പിടിച്ച് സീനത്ത് അങ്ങനെ നിന്നു. ഗേറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് റസിയ അവരെ തിരിഞ്ഞു നോക്കി, കൈ വീശി കാണിച്ചു. ആഷിയുടെ സഹപ്രവർത്തകനായ നിതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായതേ ഉള്ളൂ. കാലത്തെ ഓഫീസിൽ വന്നപ്പോഴാണ് നിതിൻ പറയുന്നത് ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അവൻ്റെ വീട്ടിലാണെങ്കിൽ മറ്റാരുമില്ല. പെങ്ങളുടെ അടുത്തേക്ക് പോയതാണ് അച്ഛനും അമ്മയും. ഭാര്യ ഒറ്റയ്ക്കായതുകൊണ്ട് നിതിനാകെ സങ്കടം. അവൻ്റെ ഭാര്യയും ബാങ്ക് ജീവനക്കാരിയാണ്. അവളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് നിതിൻ. പുതുമോടി ആയതിനാലും ഇപ്പോൾ പ്രഗ്നൻ്റായിട്ടിരിക്കുന്നതിനാലും അവൻ്റെ ഭാര്യയ്ക്ക് പിരിഞ്ഞു നിൽക്കാനാവുന്നില്ല. ശനിയാഴ്ച തോറും വീട്ടിലേക്ക് പോകും. തിരികെ വരുന്നത് തിങ്കളാഴ്ച. അവൻ പോരുന്നെന്ന് ഭാര്യ ഭയങ്കര കരച്ചിലും. ഇതെല്ലാം കണ്ട് കിളി പോയ അവസ്ഥയിലാണ് അവൻ ബാങ്കിലെത്തുന്നത്. അപ്പോഴാണ്
ആഷി ഇന്ന് അവനോടൊരു കാര്യം പറയുന്നത്. ആലപ്പുഴയിലുള്ള ബ്രാഞ്ചിലേക്ക് ആഷി മാറിക്കോളാം, പകരം നിതിൻ്റെ വൈഫ് ഇവിടേക്ക് പോരട്ടെ എന്ന്. കേട്ടതും നിതിന് സന്തോഷമായി. ഉടനെ തന്നെ മാനേജറിനെ കയറിക്കണ്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി. റസിയുടെ മുന്നിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറണം, അതേ ഉള്ളൂ ആഷിയുടെ ഈ മാറ്റത്തിന് പിന്നിൽ. പുതിയ സ്കൂളിൽ ആദ്യമായി എത്തിയതാണ് റസിയ. അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സുമൊക്കെ വളരെ സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയത്. 5 മുതൽ 7 വരെ ക്ലാസ്സുകളിലാണ് റസിയ പഠിപ്പിക്കുന്നത്. മാത്സാണ് അവളുടെ വിഷയം. ഒപ്പം തന്നെ സോഷ്യൽ സ്റ്റഡീസുമുണ്ട്. കുട്ടികളുടെ ഇടയിലായതിനാൽ നേരം പോകുന്നതേ അറിയുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനെടുത്തപ്പോൾ അവൾ ഉമ്മച്ചിയെ വിളിച്ചു. ഹലോ മോളെ. ആ, ഉമ്മച്ചി എന്തെടുക്കുക? ഞാനിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. മോൾക്കിപ്പോൾ ഫ്രീ ആണോ? ലഞ്ച് ടൈം. ആ, ഞാനത് മറന്നു. നേരെ ഉച്ചയായില്ലേ? ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരനക്കവും ഇല്ല. ഉമ്മച്ചി കഴിച്ചോ? ചായ കുടിച്ചത് താമസിച്ചാ മോളെ. ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങുക, അപ്പോൾ വിളിച്ചേ. മോള് ഫോൺ വെച്ചിട്ട് കഴിച്ചോളൂ കേട്ടോ, നേരം കളയണ്ട. അവർ പറഞ്ഞതും റസിയ ഫോൺ വെച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ആശയെ ഓർത്തു. ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും എത്ര നാൾ പോകും? ഇത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ ആ പെണ്ണിനെ എന്തിനാ ഉപേക്ഷിച്ചത്? ആ പെൺകുട്ടിയും ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും. കഷ്ടം. ഹലോ റസിയ, എന്താണിത്ര ആലോചന? അടുത്തിരുന്ന നീലിമ ടീച്ചർ ചോദിച്ചതും പെട്ടെന്ന് അവൾ മുഖം ഉയർത്തി. ഒന്നുമില്ല ടീച്ചറേ, ഞാൻ വെറുതെ ഓരോന്ന്. നടക്കട്ടെ നടക്കട്ടെ. ഞങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും കാര്യമായിട്ടുള്ള ചിന്തകളാണ്. പറഞ്ഞുകൊണ്ട് നീലിമ ചിരിച്ചു. ഒപ്പം റസിയയും. സ്കൂൾ വിട്ടപ്പോൾ കാലത്തേതുപോലെ വാപ്പച്ചിയുടെ കടയിൽ ഇറങ്ങുകയാണ് ബസ്സിൽ. അപ്പോഴേക്കും അൻസി എത്തി. ഇരുവരും ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു. മീനച്ചിലാറിൻ്റെ തീരത്തുകൂടി 2 പേരും അവരുടെ സ്കൂളിലെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് നടന്നു. റസിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഗ്രാമവും പ്രദേശവും ഒക്കെ. ഉമ്മച്ചി അവരെയൊക്കെ കാത്ത് നീളൻ വരാന്തയിൽ തൂണിൽ പിടിച്ച് നിൽപ്പുണ്ട്. അകത്തേക്ക് കയറിയതും നല്ല നെയ്യപ്പത്തിൻ്റെ വാസന. ഇന്ന് നെയ്യപ്പാണല്ലേ? അവരെ നോക്കി ചോദിച്ചുകൊണ്ട് അൻസി തൻ്റെ ബാഗ് തോളിന് നൂരി. ആ, കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു, ശർക്കരയും അതെടുത്ത് ഉണ്ടാക്കിയതാ. ഒത്തോ എന്നറിയൊന്നുമില്ല. കട്ടൻ ചായയുടെ ഒപ്പം നെയ്യപ്പം കൂട്ടി റസിയയും അൻസിയും കൂടെ കഴിച്ചു. നന്നായിട്ടുണ്ടമ്മച്ചി. ഈ എണ്ണപ്പലഹാരമൊക്കെ ഉണ്ടാക്കാൻ ഉമ്മച്ചിക്ക് വശമുണ്ടോ? റസി ചോദിച്ചു. എൻ്റെ ഉമ്മ പഠിപ്പിച്ചതാ മോളെ. ഉമ്മക്കെല്ലാം അറിയായിരുന്നു. നല്ല രുചിക്കുണ്ടാക്കും. ആ കൈപ്പുണ്യൊന്നും ഞങ്ങൾ മക്കൾക്ക് കിട്ടിയിട്ടില്ല. എന്നാലും കുറേശ്ശെ ഇതുപോലെ ഉണ്ടാക്കും. ഇത് സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ പറയുന്നത് കേട്ടപ്പോൾ സീനത്ത് പുഞ്ചിരിച്ചു. ഒപ്പം വലിയ എന്തോ അവാർഡ് കിട്ടിയ ഗമയിൽ അവരങ്ങനെ ഇരുന്നു. താൻ കാലത്തെ അലക്കി വിരിച്ചിട്ടിട്ട് പോയ മുഴുവൻ ഡ്രസ്സും മടക്കി വൃത്തിയായിട്ട് ഉമ്മച്ചി വെച്ചിരിക്കുന്നു. ചായ കുടിച്ച ശേഷം റൂമിലെത്തിയ റസി അത് കണ്ടു. ആഷിയുടെ മണം, അവൻ പൂശിയ അത്തറിൻ്റെ മണം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. അക്കുവും ആലിയും എത്തിയതും എല്ലാവരും കൂടെ വീട്ടിലാകെ ബഹളവും ശബ്ദവും. പിള്ളേര് പുരയിലുണ്ടെങ്കിൽ അനക്കമുള്ളൂ, ഇല്ലെങ്കിൽ ചുമ്മാ മരിച്ച വീട് പോലെയാണ്. വേഷം മാറി അടുക്കളയിലേക്ക് വന്ന റസിയെ നോക്കി സീനത്ത് പറഞ്ഞു. ഒപ്പം തന്നെ അവളോട് പുതിയ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിച്ചു. ആ നേരത്താണ് റസിയുടെ അനുജത്തിൻ്റെ അച്ഛമ്മ വീഡിയോ കോൾ ചെയ്തത്. പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അക്കച്ചി ഭാഗ്യമുള്ളവളാണ്. ഈ കുടുംബത്തിൽ ഇവരുടെയൊക്കെ സ്നേഹത്തോടെ എന്നും കഴിയട്ടെ എന്നൊരു ദുആ മാത്രമേ പഠിച്ചവനോടുള്ളൂ. ഫോൺ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന മെസ്സേജാണ്. ഇളയ അനുജത്തിയായ നസ്മിയുടെ വക. അത് വായിച്ചതും റസിയുടെ മനസ്സിൽ ഓടിയെത്തിയത് ആഷിയുടെ മുഖമായിരുന്നു. അന്ന് രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആഷി തനിക്ക് ട്രാൻസ്ഫർ ആയെന്നുള്ള വിവരം എല്ലാവരോടും അറിയിച്ചത്. കേട്ടതും റസിയുടെ മുഖം വാടിയത് അവൻ കണ്ടു. അതെന്താ ആഷി ഇത്ര പെട്ടെന്ന്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ? റസി ആണെങ്കിൽ ഇന്നു മുതൽക്ക് ജോലിക്കും കയറി. അടുത്ത തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യണം. ഒരു വാടക വീട് കിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച അവിടേക്ക് താമസം മാറ്റാനാണ്. എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ,
അതുകൊണ്ടാണ്. ഇതെന്തൊരു കഷ്ടമാണ് കുഞ്ഞേ. ഈ റസിയ കൊച്ചിവിടെ, നീ അവിടെയായിട്ടോ. ഉമ്മച്ചിയും വാപ്പച്ചിയും ഓരോരോ ന്യായങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ആഷി മൗനം പാലിച്ചു. അവൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നുള്ളത് റസിയയ്ക്ക് വ്യക്തമായി. അതുകൊണ്ട് യാതൊരു അഭിപ്രായവും ആ പാവോട്ട് പറയാനും തുനിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അത്താഴമൊക്കെ കഴിച്ചെഴുന്നേറ്റ ശേഷം ആഷി റൂമിലേക്ക് പോവുകയും ചെയ്തു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടിട്ട് അക്കുവിനെ പഠിപ്പിക്കാനും കൂടി സഹായിച്ചു കഴിഞ്ഞാണ് റസിയ ചെന്നത്. വെറുതെ ബെഡിൽ കിടക്കുവാണ് ആഷി. കണ്ണുകൾ അടച്ച് കൈകൾ രണ്ടും നെഞ്ചിന് കുറുകെ വെച്ചുകൊണ്ടാണ് അവൻ കിടക്കുന്നത്. ഉറങ്ങുകയല്ലെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പുതിയ സ്കൂളൊക്കെ എങ്ങനെ, ഇഷ്ടമായോ? അവൾ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് ആഷി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. നല്ല സ്കൂളാണ്. കുട്ടികളൊക്കെ സ്നേഹമുള്ളവരാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെയാണ്. ഞാൻ മുന്നേ പഠിപ്പിച്ച മർഫി സ്കൂളിലും ഇതുപോലൊക്കെയായിരുന്നു. ജസ്റ്റ് അവനൊന്ന് ചോദിച്ചപ്പോൾ റസിയ വളരെ താല്പര്യത്തോടെയാണ് മറുപടി പറഞ്ഞത്. അവനൊന്നു മൂളി. ഇക്കായ്ക്ക് ശനിയാഴ്ച എപ്പോഴാണ് പോവേണ്ടത്? കാലത്തെ പുറപ്പെടണോ അതോ? ഒന്നും ചോദിക്കേണ്ടെന്ന് കരുതിയെങ്കിലും പാവം പെണ്ണ് അവനോട് ആരാഞ്ഞു. രാവിലെ 10 മണിയാകുമ്പോൾ ഇറങ്ങണം. ആലപ്പുഴ എത്തുമ്പോൾ എങ്ങനെയായാലും 1 മണിയാവും. പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. യാത്രയും കൂടി ആകുമ്പോൾ ആകെ ക്ഷീണമാകും. ആഷിക്ക് അവിടേക്ക് പോകാൻ വളരെ താല്പര്യമുണ്ടെന്ന് റസിയ ഓർത്തു. അത്ര കാര്യമായിട്ടാണ് ആഷി സംസാരിക്കുന്നത്, അതും ആദ്യമായിട്ട്. ഇനി ആ പെണ്ണിനെ എങ്ങാനും കാണാനാണോ റബ്ബേ? അവൾ ഓർത്തു. തുടരും.